ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ കിച്ചണിൽ നമ്മളെ വീട്ടമ്മമാർ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റാണ് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു ചായയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക, എന്നാലും നമ്മൾ എപ്പോഴും കഴിക്കുന്നതിനും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചായ വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രം ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ സോസ് പാനിലാണ് വെക്കുന്നത്. അതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തീ കുറച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുക. അതായത് ഇതേപോലെ ഒട്ടും കരിഞ്ഞു പോകാണ്ട് തീ കുറച്ചിട്ടിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ക്യാരമൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ അത്യാവശ്യം പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട്. ആ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണോട്ട്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു പഞ്ചസാരയുടെ കട്ടായിട്ട് പോകും കേട്ടോ. അപ്പോൾ അത് പേടിക്കേണ്ട, ചൂടാകുന്നതിനനുസരിച്ച് അത് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നോളും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇതേപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു പഞ്ചസാര കട്ട ഇട്ടിയതൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2-2.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തിളച്ചിട്ട് ഒരു കടുപ്പൊക്കെ നന്നായിട്ട് ഇളക്കി വരണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര ഗ്ലാസ് ചായക്കാണോ വെക്കണമെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് പാലും വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാല് കുറച്ച് കുറവുള്ള പോലെ തോന്നിയിട്ട് അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് പാലിന് ഒരു 1/2 കപ്പ് തുടങ്ങി ഒരു 3/4 കപ്പ് വെള്ളം വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പം മധുരമൊക്കെ ഈ ഒരു ടൈമിൽ നോക്കാം. പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് പാലൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് ആ ഒരു കടുപ്പൊക്കെ ആയിട്ടൊന്ന് ജോയിനായിട്ട് വരണം കേട്ടോ. ചായപ്പൊടിയായിട്ടൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പം ഞാൻ തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഇത് ഒരു കപ്പിൽ അടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ കടകളിൽ നിന്നൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കണ്ടില്ല, അടിച്ചെടുത്ത് തരുന്ന ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം അതേപോലെ തന്നെ ഞാനൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം 2 കപ്പിൽ ഇങ്ങനെ തിരിച്ചു മറിച്ച് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചായക്ക്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പട്ടയോ ഏലക്കായോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനേലും എക്സ്ട്രാ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മളെന്നും കുടിക്കുന്നതിനേലും നല്ലൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഈ ഒരു ചായക്ക്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ചായ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. എന്നിട്ട് എന്തായാലും മറക്കാണ്ട് ഫീഡ്ബാക്ക്സ് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ഫ്രിഡ്ജിലും എപ്പോഴും ബാക്കി വന്നിട്ട് ഇതേപോലെ നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണി ഒക്കെ ഇരിക്കുമല്ലേ. നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണെങ്കിലും ചിലപ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിലൊക്കെ ബാക്കി വരുന്ന ഇതേപോലെ വരുന്ന ചോറ് റൈസ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു കിഡിലൻ റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് വേണമെങ്കിലും ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ്. ഇതിലേക്കൊരു ചെറിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് അതൊന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഒരുപാട് ഫ്രൈ ആവണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഏതെങ്കിലും ഒരു അറബിക് മസാല ഇട്ട് കൊടുക്കുക. മന്തി മസാലയോ അല്ലെങ്കിൽ കപ്സൈഡോ അങ്ങനെ എന്തെങ്കിലും മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും അതേപോലെ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറി വരുന്ന ടൈമിൽ ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം കേട്ടോ. ഗ്രീൻ പീസ് അതേപോലെ കോളിഫ്ലവർ, ക്യാബേജ് അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഉള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചോറിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മസാലയിലേക്ക് ഈ ഒരു ഗ്രേവിയിലേക്ക് വേണ്ടത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനൊരു 3 മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ബാക്കി വന്ന ചിക്കൻ്റെ എന്തെങ്കിലും പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പീസാക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒന്ന് ചിക്കി പൊരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഒരുപാട് ഡ്രൈ ആയിട്ട് പോകരുത്, ചെറിയൊരു നനവ് വേണം കേട്ടോ മുട്ടക്ക്. ഒരുപാട് ഇങ്ങനെ കുക്കായിട്ട് പോകരുത്. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ചിക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ബിരിയാണിയുടെ റൈസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മൾ നെയ്ച്ചോറ് സാധാ പ്ലെയിൻ ഗീ റൈസ് വെക്കൂലേ, അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ കുറച്ച് റൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള റൈസൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു മുട്ടയും ആ ഒരു മസാലയൊക്കെ കൂടെ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടായിരിക്കുമല്ലോ നമ്മുടെ ഈ ഒരു റൈസ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇത് ചൂടാക്കി എടുക്കുമ്പോൾ വീണ്ടും ആ ഒരു അരിയിലുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ പോയിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് മൂടിയിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം നല്ല നമ്മൾ അപ്പം വെച്ചെടുത്തിട്ടുള്ള ആ ഒരു റൈസ് പോലെ നമുക്കത് കിട്ടും കേട്ടോ. ഒരുപാട് അരി കൊണ്ട് ഡ്രൈ ആയിട്ട് പോവാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മയമുള്ള റൈസായിട്ട് നമുക്ക് കിട്ടും. ലാസ്റ്റ് ഇതാ കുറച്ച് മല്ലിയിലയും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കറി ഇല്ലാത്ത ടൈമിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ ആയിട്ട് നമുക്ക് കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള അടിപൊളി റൈസാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഫ്രിഡ്ജിലിരിക്കുന്ന റൈസ് നമ്മുടെ കയ്യിൽ നിന്ന് വേസ്റ്റായി പോവുകയും ഇല്ല, നല്ല അടിപൊളി ഒരു റെസിപ്പി നമുക്ക് കിട്ടുകയും ചെയ്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത കുറച്ച് ടിപ്പുകളൊന്നും നിങ്ങൾ എന്തായാലും കണ്ടു നോക്കിയിട്ട്. നമ്മുടെ വീട്ടിൽ TV-യിൽ ഇതേപോലത്തെ റിമോട്ടുകളൊക്കെ എന്തായാലും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും കുട്ടികളുള്ള വീടാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റിമോട്ട് അവരിങ്ങനെ എടുത്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ നിലത്തിട്ട് ആ ഒരു അതിലുള്ള ഒരു റൈറ്റിംഗ് ഒക്കെ മായാനും ആ ഒരു റിമോട്ടിന് പെട്ടെന്ന് ഇങ്ങനെ ചീത്തയായി പോകാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാണ്ട് റിമോട്ട് നല്ല പുതിയതുപോലെ നല്ല സൂക്ഷിച്ച് വെക്കാനായിട്ട് ഇതേപോലെ ഒരു ക്ലിംഗ് റാപ്പ് എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ടൈറ്റായിട്ട് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലാ ഒരു എഴുതിയേക്കുന്ന ഒരു റൈറ്റിങ് മായമില്ല, നമുക്ക് നല്ല അഴുക്കൊന്നും ആവാണ്ട് നമ്മൾ പെട്ടെന്നൊക്കെ ഇനിയിപ്പോൾ കയ്യിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കണില്ല അല്ലെങ്കിൽ കിച്ചണിൽ നിന്നൊക്കെ വന്ന റിമോട്ടൊക്കെ എടുക്കുമ്പോൾ ഒരു എണ്ണമയവും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നല്ല റിമോട്ട് പുതിയതുപോലെ നമുക്ക് ഇതേപോലെ ചെയ്ത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി നെക്സ്റ്റ് ടിപ്പ്, നമ്മൾ അരി അതേപോലെ പച്ചിരി റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരികൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഒരുപാട് വാങ്ങി ഇങ്ങനെ കുറേ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ പ്രാണികൾ വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ കുറേ നാൾ നമുക്ക് ഒരു കേടും വരാണ്ട് അരികൾ സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് ഒരു ടീസ്പൂണൊന്നും വേണ്ട മുളക് പൊടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് തീ കുറച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു മുളക് പൊടി നന്നായിട്ട് മൂത്തിട്ട് ആ ഒരു മുളക് പൊടിയുടെ മണമൊക്കെ നല്ല നമുക്കിങ്ങനെ കിട്ടണം കേട്ടോ. അതേ രീതിയിൽ നന്നായിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഒരു 2-3 പിഞ്ച് മാത്രം നമ്മൾ എന്തിലാണോ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അരിയിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചരി ആയാലും സാധാ അരി ആയാലും എന്തരിയായാലും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതെന്തോരം നിങ്ങൾ കുറേ അരി വാങ്ങി സൂക്ഷിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അരിയിൽ പ്രാണികൾ കയറുകയോ അല്ലെങ്കിൽ അരി ചീത്തയായി പോകുകയൊന്നും ചെയ്യില്ല, ഒന്നും പറ്റൂല കേട്ടോ. നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാം. ഇതേപോലെ തന്നെ നമുക്ക് കടല, പയർ, ഗ്രീൻ പീസ്, പരിപ്പ് ഇതിലൊക്കെ നമുക്ക് ചെയ്തു വെക്കാം. ഞാനിപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ കടലയും പയറൊക്കെ തീരാറായിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കടല, ഗ്രീൻ പീസിലൊക്കെ ഇതേപോലെ ഓരോ പിഞ്ച് ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മുളക് പൊടി മൂത്ത് കഴിയുമ്പോൾ ഒരു സ്മെല്ലുകൊണ്ട് തന്നെ പ്രാണികൾ വരെ അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. നമുക്ക് ഈ കടലയും പയറും പരിപ്പൊക്കെ ഒരുപാട് നാൾ ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി അതേപോലെ തന്നെ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കുറേ വാങ്ങിയിട്ട് പൊടിച്ചൊക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് മുളക് പൊടിക്ക് ഒരു നനവ് വരാനും കട്ട കെട്ടാനും അതേപോലെ പൂത്ത് പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതില്ലാണ്ടിരിക്കാനുള്ളൊരു ടിപ്പാണ്. ഞാനിപ്പോൾ ആ മുളക് പൊടിയും മല്ലിപ്പൊടിയുടെയും പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറേശ്ശെ ഉപ്പ് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ചിലവരാണെങ്കിൽ ഉണക്കമുളകൊക്കെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ മല്ലിയൊക്കെ വാങ്ങി കഴുകി ഉണക്കി പൊടിച്ച് വെക്കും, കുറേ നാളത്തേക്കൊക്കെ വേണ്ടിയിട്ട് പൊടിച്ച് വെക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നവർ
ബിഗിനറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ മുളക് പൊടിയുടെ പാത്രത്തിലേക്കൊക്കെ മുകളിലായിട്ട് കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അടച്ച് മൂടി വെക്കാട്ടോ. അപ്പം എത്ര നാൾ വേണമെങ്കിലും മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ആണെങ്കിലും എന്ത് പൊടികളാണെന്നുണ്ടെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. ഇതേപോലെ തന്നെ പഞ്ചസാരയിൽ അടുത്ത ടിപ്പ്, പഞ്ചസാരയിൽ ഉറുമ്പ് കയറാണ്ടിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. നമ്മുടെ ബേ ലീഫ് ഉണ്ടല്ലോ, മറ്റേ എന്തിൻ്റെ അല്ലെങ്കിൽ കറുകയില, അത് ഒരു പീസ് ഇട്ട് കൊടുത്താൽ മതി. ഉറുമ്പ് കയറാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ടിപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പിൻ്റെ പുട്ട് ഉണ്ടാക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലൊരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നറുനെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒരു നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളമുണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ സാധാ ഗോതമ്പ് പൊടി പുട്ടിന് എങ്ങനെയാണ് നനച്ചെടുക്കുന്നത് അതേ രീതിയിൽ പാകത്തിന് വെള്ളം ഒഴിച്ച് ഇതേപോലെ ഒന്ന് നനച്ചെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നെക്സ്റ്റ് ടിപ്പ് ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക്, മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് നനച്ച് വെച്ചിട്ടുള്ള ആ ഒരു പുട്ടിന്റെ പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് നിറച്ചിടണ്ട, ഒരു 1/4 ഭാഗത്തോളം ഇട്ടിട്ട് പൾസ് ചെയ്തെടുക്കുക കേട്ടോ. നിർത്തിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കണ്ടില്ലേ, നല്ല കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല നൈസായിട്ടുള്ള പുട്ടുപൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പുട്ടിന് നല്ലൊരു ഫ്ലേവറുമാണ്. എക്സ്ട്രാ നമ്മൾ ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ എക്സ്ട്രാ ഒരു സോഫ്റ്റ്നെസ് കിട്ടാനും ഈ ഒരു നെയ്യ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടച്ച് മൂടി വെക്കാട്ടെ. എപ്പോഴും നമ്മൾ പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അടച്ച് മൂടി വെക്കുക. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിൽ ആവശ്യത്തിന് പുട്ടുപൊടി പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ഇട്ട് കൊടുത്ത് തേങ്ങ ഇട്ട് കൊടുത്ത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ പുട്ടുണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. നല്ല കിഡിലൻ ടേസ്റ്റാണ് ഗോതമ്പ് പുട്ടിന്. ആ ഒരു നല്ല അടിപൊളി ടേസ്റ്റും കിട്ടും, നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്സും ട്രിക്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.